Hello friends, welcome back to Technique Malayalam. In നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ X6 Pro, അതായത് ഈ അടുത്തിറങ്ങിയ ഏറ്റവും പവർഫുൾ ആയ മിഡ് റേഞ്ച് ഡിവൈസ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആൻഡ് ഇൻ ഡെപ്ത് റിവ്യൂ ആണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2-3 വീക്സ് ആയി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് എന്തൊക്കെയാണ്, നല്ല കാര്യങ്ങൾ എല്ലാം നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു, ക്യാമറ റിവ്യൂ ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ UI ആയ ഹൈപ്പർ OSനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു, പിന്നെ അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണാവുന്നതാണ്. അതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ആ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം പോക്കോ X6 Pro ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ പോക്കോ X6 Proൻ്റെ ഒരു വേരിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് വെഗൻ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടില്ലേ നമുക്കിവിടെ ഒരു യെല്ലോ കളർ, ഇത് പോക്കോൻ്റെ ഒരു നമ്മൾ പോക്കോനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കളറാണ് യെല്ലോ കളർ. അപ്പോൾ യെല്ലോ കളറിലുള്ള വീഗൻ ലെതറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോക്കോ യെല്ലോന് മാത്രമേ ഈ ഫിനിഷുള്ളൂ, ബാക്കി എല്ലാത്തിനും ഗ്ലോസി ഫിനിഷാണ്. ഗ്ലോസി ഫിനിഷിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഭയങ്കര ഫിംഗർ പ്രിൻറ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യെല്ലോ കളർ വാങ്ങായിരിക്കും നല്ല ഫിനിഷാണ്, സ്മൂത്ത് ഫിനിഷാണ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ നമുക്കറിയാൻ പറ്റും ഒരു ക്യാമറ യൂണിറ്റ് ട്രിപ്പിൾ ക്യാമറയുടെ ഇവിടെ കുറച്ച് ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വെഗൻ ലെതർ ഒരു മാറ്റ് ഫിനിഷാണ്, നല്ലൊരു സ്മൂത്ത് ടെക്സ്റ്റേർഡ് ഫിനിഷാണ്, നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. പിന്നെ ഈ ഫ്രെയിം ആണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ യെല്ലോ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ല, നല്ല ഒരു അടിപൊളി ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലെ എന്താ പറയുക ഈ ബട്ടൺ യെല്ലോ കളറാണ്, പവർ ബട്ടണും വോളിയം കീസും കാണാം. പിന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ താഴെ നമുക്ക് കിട്ടുന്നത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, അതേപോലെ സിം ട്രേന്. ഫ്രണ്ട് പാനൽ എടുത്ത് നോക്കിയാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് ബെസൽസ് വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് പോക്കോ X6 Pro തരുന്നത്. ഓവറോൾ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. ഒരു മിനിമൽ തിക്നെസ്സും അറൗണ്ട് 190 ഗ്രാംസ് വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ്. അതേപോലെ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ അത് വലിയ പ്രോബ്ലം ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഓവറോൾ എൻ്റെ ഒരു യൂസേജിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാത്ത ഒരു ഇൻ ഹാൻഡ് ഫീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നത്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം. ഡിസ്പ്ലേയിലാണ് വരുമ്പോൾ നോക്കുമ്പോൾ പോക്കോ X5 Proയും X6 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസീവ് അപ്ഗ്രേഡ് ഉണ്ടെന്ന് പറയാം. ഒന്ന് ഇതിനകത്ത് 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെസൊല്യൂഷൻ ഒരു ബമ്പപ്പ് ആയിട്ട് ഫുൾ HD 1.5K ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ്, DCI-P3 കളർ ഗ്യാമറ്റ് ഉണ്ട്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് എൻ്റെ ഓർമ്മ ശരിയാണ് 1800 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് പറയാം. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, ടച്ച് റെസ്പോൺസും നല്ലതാണ്, വളരെ സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ കളേഴ്സും ചേഞ്ച് ചെയ്യാം. നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് കളർ ട്യൂണിങ് ചെയ്യാവുന്നതാണ്. പിന്നെ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല, എസ്പെഷ്യലി മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ എന്ന് പറയാൻ നല്ലൊരു ക്വാളിറ്റി, നല്ല കളേഴ്സും റിച്ച് ടോൺസുമാണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നല്ല കാര്യം, അതിൽ ഹൈപ്പർ OS ആണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈഗർലി വെയിറ്റഡ് ആയ ഒരു സാധനമാണ്. കാരണം ഹൈപ്പർ OS ലുക്സിൽ MIUI പോലെയാണെങ്കിൽ പലരും പറഞ്ഞു ഇത് MIUI അല്ലേ എന്ന് ചോദിക്കേണ്ടത്. പക്ഷേ ലുക്സിൽ MIUI പോലെ തന്നെയാണെങ്കിലും ഇതിൻ്റെ കോഡ് ബേസ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് കോഡ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളരെ നല്ല റെസ്പോൺസ് ടൈമാണ്, വളരെ ഫാസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈപ്പർ OS ഉണ്ട് എന്ന് മാത്രമല്ല, ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സും 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 15, 16, 17. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് പറയാം. കാരണം ഈ മിഡ് റേഞ്ചിൽ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഉണ്ട്, അതിനൊപ്പം തന്നെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നോട്ട് സോ ഗുഡ് കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഐക്കൺസ് ഒന്നും അത്രയ്ക്ക് ഒരു പോളിഷ് ഇല്ല. കാരണം ചില ഐക്കൺസ് ഒക്കെ ഓൾഡ് ഐക്കൺസ് ആണ്. അപ്പോൾ അത് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. പ്രോബ്ലി ഇത് എനിക്കൊന്ന് പോക്കോൻ്റെ UI ആയതുകൊണ്ടാണ് ആ ഐക്കൺസ് വരുന്നത്. ഷോമീൻ്റെ UIയിൽ ഹൈപ്പർ OSൻ്റെ ഐക്കൺസ് വേറെയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇതിനകത്ത് കൊണ്ടുവരാം. കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് അത് വരുമ്പോൾ ഒരു UI എക്സ്പീരിയൻസിൽ കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് വരും. പിന്നെ ഹൈപ്പർ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് കിട്ടുന്ന ഒരു UI ആണ്. നമുക്ക് ലോക്ക് സ്ക്രീൻ ആണെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക്
കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. UI എക്സ്പീരിയൻസ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. അതേപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ HyperOS വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ അതൊരു വെൽക്കം സ്റ്റെപ്പാണ് HyperOSും Android 14 തന്നിട്ടുണ്ടെന്നുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു കാര്യമാണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ്, Dimensity 8300 Ultra. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം അത്രയും പവർഫുള്ളായ ഒരു ചിപ്പാണ്. ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഇത്രയും പവർഫുള്ളായ ചിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതായത് ഫോണിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആൻറ്റുഡു സ്കോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് 13 lakh ആണ് ആൻറ്റുഡു സ്കോർ വരുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അറൗണ്ട് എല്ലാം ഒരു 7 lakh, 8 lakh, 6 lakh ഒക്കെയാണ് വരുന്നത്. അവിടെയാണ് നമുക്ക് ആൻറ്റുഡു സ്കോർ ഇത്രയും വരുന്നത്. അത്രയും GPU പെർഫോമൻസ് ആണ്. അപ്പോൾ ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജുമാണ്. UFS 4.0 സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ റീഡ് റൈറ്റ് സ്പീഡ് വളരെ ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻറ്റുഡു സ്കോർ തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ കാണാം ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. ഇപ്പോൾ ഈ UFS 4.0 LPDDR5X റാമും നമ്മൾ സാധാരണ ഒരു 50,000 രൂപയുടെ ഫോണിലൊക്കെ കാണുന്ന ഒരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ അത് ഇത്രയും ഒരു 25,000 രൂപയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ പോക്കോ ചെയ്ത നല്ല ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഞാൻ പറയും. അതിനൊപ്പം തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ സ്മൂത്താണ്, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്. അതിനൊപ്പം തന്നെ നമുക്ക് നല്ല ഹയർ ഫ്രെയിം റേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ 5000 mm² ഓഫ് വേപ്പർ ചേമ്പർ കൂളിംഗും ഉണ്ട്. അപ്പോൾ ഹീറ്റ് കൺട്രോൾ വളരെ നല്ലതാണ്. തെർമൽസ് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഈവൻ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അത്ര വലിയ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ പെർഫോമൻസിൽ ഒരു അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതാണ് പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ പോലെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ടില്ലേ, നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ കോൾ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് 5G സപ്പോർട്ട് ഉണ്ട്, എല്ലാ ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. എയർടെലും ജിയോയിലും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. പിന്നെ ഇതിന് ഹാപ്റ്റിക് ഫീഡ്ബാക്കും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹാപ്റ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അതിലും എനിക്ക് ഒരു കംപ്ലയിൻസും പറയാനില്ല എന്ന് പറയാം. പിന്നെ അടുത്തത് ഇതിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ക്യാമറയിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു 64 MP OIS ക്യാമറയാണ്. ക്യാമറ സെൻസർ ഏതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഒമ്നി വിഷൻ്റെ 64 MP ആയിരിക്കും. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡും 2 MP മാക്രോം, അതിനൊപ്പം തന്നെ ഒരു 16 MP സെൽഫി ക്യാമറയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ഡിവൈസിൽ ക്യാമറയ്ക്ക് അല്ല മുൻതൂക്കം, ഇതിന് പെർഫോമൻസിനാണ് മുൻതൂക്കം. എന്നാൽ പോലും ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഇമേജ് സാച്ചുറേഷൻ ഒക്കെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നല്ല ഡൈനാമിക് റേഞ്ച് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിൽ എനിക്ക് കാര്യമായ പരാതികളൊന്നുമില്ല. നല്ല കളേഴ്സാണ്. ഓവറോൾ X5 Pro ആയിട്ട് കമ്പയർ ചെയ്യുന്ന X6 Pro നല്ലൊരു അപ്ഗ്രേഡാണ് ക്യാമറേൻ്റെ കാര്യത്തിലും. OIS ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അൾട്രാ വൈഡ് കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളൂ. മാക്രോസ് വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ പോർട്രേറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ലാത്ത പോർട്രേറ്റ്സ് ആണ്. എന്നാൽ HDR കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ലോ ലൈറ്റിൽ എനിക്ക് തോന്നുന്നു വീണ്ടും ഷാർപ്നെസ് ഇഷ്യൂസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ എൻഡ് ഫോണിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ഒരു നല്ലൊരു ലോ ലൈറ്റ് എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. ഒരു എബവ് ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാവുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് സെൽഫി ക്യാമറയും കുഴപ്പമില്ല. സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സെൽഫി ക്യാമറയാണ്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് 4K വീഡിയോ റെക്കോർഡിങ്ങും 30 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഓവറോൾ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു ടോപ്പ് എൻഡ് ക്യാമറ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ക്യാമറ ഒന്നും പറയാൻ പറ്റില്ല. അതിനുള്ള ക്വാളിറ്റി ഇതിനകത്തില്ല. അപ്പോൾ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഒരു പോയിൻ്റാണ്. പക്ഷേ എന്നാലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റ് ഡിവൈസ് ആയതുകൊണ്ട് ഇതിൽ ക്യാമറയിലാണ് ചെറിയൊരു കോംപ്രമൈസ് ഉള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും ക്യാമറ മോശമെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ക്യാമറയിൽ നമ്മൾ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 67 watt ചാർജിങ് ആണ്. ഇനി ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 45 to 50 minutes ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അത് വീണ്ടും നല്ലൊരു സ്പീഡാണ്, കുഴപ്പമില്ലാത്തൊരു സ്പീഡാണ്. പിന്നെ ബാറ്ററി ലൈഫും നല്ലതാണ്. ഇതൊരു 4 nanometer ചിപ്പ് ആയതുകൊണ്ട് നല്ലൊരു എഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും, വളരെ സ്മൂത്തായിട്ട് ലാസ്റ്റ് ചെയ്യും. ഹെവി യൂസേജിൽ വരെ ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും. എന്നാലും ഒരു കാഷ്വൽ യൂസറാണ്, കുറച്ച് ഫോൺ യൂസ് ചെയ്യുന്നു, വാട്സാപ്പ് അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ മിക്സഡ് യൂസേജ് ആണ്. ഗെയിമിംഗ് അധികം കളിക്കുന്നില്ലെങ്കിൽ മോർ ദാൻ എ ഡേ
ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽ റിവ്യൂ പോക്കോ X6 Pro. അപ്പോൾ ഓവറോൾ പറയുക പോക്കോ X6 Proനെ കുറിച്ച് പറയുക നമുക്ക് പ്രോസ് ആൻഡ് കോൺസ്, അതായത് നല്ല ആസ്പെക്ട്സും മോശമായ ആസ്പെക്ട്സും പറയാം. നല്ല ആസ്പെക്ട്സ് നല്ല ഡിസൈനാണ്, പ്രത്യേകിച്ച് ഈ വീഗൻ ലെതർ ഫിനിഷ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, ഹൈപ്പർ OS, Android 14 ഉണ്ട്, പിന്നെ പെർഫോമൻസ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്, നല്ല ബാറ്ററിയാണ്, അത്യാവശ്യം നല്ല ചാർജിങ് സ്പീഡും ഉണ്ട്, പ്രൈസിങ് അടിപൊളി പ്രൈസിങ് ആണ്. ഇനി ഇതിൻ്റെ പോരായ്മകൾ പറയുക ക്യാമറ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലാത്ത ലെവലിൽ നിൽക്കുള്ളൂ, ഒരു അടിപൊളി ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണെങ്കിൽ പ്രോബ്ലം ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല, ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് ആണ്. എന്നാൽ കാഷ്വൽ ഷൂട്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ഒരു UI എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഐക്കൺസും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പോക്കോ X6 Pro ഒരു സോളിഡ് പാക്കേജാണ്. 24,999 രൂപയ്ക്ക് ഇതൊരു അടിപൊളി പാക്കേജാണെന്ന് പറയാം, അതിൽ ഒരു സംശയമില്ല. ഇതിലും മികച്ച ഒരു പവർ ഹൗസ് പെർഫോമൻസ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇല്ല. അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു നല്ല പാക്കേജാണ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പോക്കോ X6 Pro. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പോക്കോ X6 Pro 2-3 ആഴ്ച യൂസ് ചെയ്തതിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസിനെ കുറിച്ച് എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ ഡിവൈസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.